അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ അനിയനോട് പറയണ്ട, ചേച്ചി ഇന്ന് പോവല്ലേ, അതുകൊണ്ട് ചേച്ചി അടുക്കളയിൽ കയറണ്ട, ചേച്ചി പോയി പുറപ്പിട്ടോ എന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ അലീന പറയേണ്ടത് എന്നെ ഒഴിവാക്കുക അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞിട്ട് ചേച്ചിയല്ലേ ഞങ്ങളെ ഒഴിവാക്കി പോണേ, അതുകൊണ്ട് ചേച്ചി പോയി പുറപ്പിട്ടോ, ചേച്ചി ഇതൊന്നും ചെയ്യണ്ട, ഞാനും ബബിത ചേച്ചി എല്ലാം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പോയി റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബ്രിജിത്ത് അമ്മമ്മയുടെ ഫോട്ടോ ഒക്കെ കണ്ട് അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ മമ്മിയോട് കുറേ കരഞ്ഞ് വിഷമം പറയുന്നുണ്ട്. എന്താ മമ്മി എന്നോട് പിടിച്ച് നിൽക്കാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ബ്രിജിത്ത് അമ്മമ്മയുടെ ഫോട്ടോയും എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് നമ്മുടെ അലീന പുറപ്പെട്ട് സുന്ദരിയായിട്ട് പുറപ്പെട്ടിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ എല്ലാവരോടും യാത്രപ്പെട്ട ആ സമയത്ത് നമ്മുടെ ബബിതയെ കാണാനില്ല. ആ സമയത്ത് നമ്മുടെ അലീന പറയേണ്ടത് എവിടെ ബബിത പോയിട്ട് കൃഷ്ണമോളോട് വിളിച്ചിട്ട് വരാൻ പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ ബബിത പറയേണ്ടത് എനിക്ക് ആരോട് യാത്ര പറയണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കിനി അലീന ചേച്ചിയെ കാണണ്ട, ഞാനിനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ച് കാര്യമുണ്ട്. നമ്മുടെ അലീനയും കാര്യമുണ്ട്, കൃഷ്ണമോളും എല്ലാവരും കാര്യമുണ്ട്. നമ്മുടെ രോഹിത്താണെങ്കിൽ കൃഷ്ണമോളെ ഒരുപാട് ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും പൊട്ടിക്കാരൻ്റെ അലീനയാണെങ്കിൽ ടാറ്റയൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് അലീന പോണ സമയത്ത് നമ്മുടെ കുറേ ദൂരം പോണ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി മോൾക്ക് കുറേ നേരം ഇരുന്ന് മുഷിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം പുറത്തെ കാറ്റോട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റണില്ല, വല്ലാത്ത വിഷമിച്ച കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ അലീന ഇനി സ്റ്റാൻലിയുടെ വീട്ടിൽ കഴിയാൻ പോവാണ്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം അവളുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ അവൾ എത്രമാത്രം സങ്കടം ഇനി അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.